പടക്കളം വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്ത ഫ്രൈഡേ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിൽ കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ സിനിമയാണ് പടക്കളം. ഇതിൻ്റെ ഡയറക്ടർ മനു സ്വരാജ്, അങ്ങനെയാണ് ഞാൻ പേര് കണ്ടത്. പുതിയ സംവിധായകനാണ് തോന്നുന്നത്, ഞാൻ ഈ പേരങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഇതിലെ കാസ്റ്റ് വരുന്നത് നമ്മുടെ ഷറഫുദ്ദീൻ, സുരാജ് ഏട്ടൻ, അതുപോലെ തന്നെ പടത്തിൽ ത്രൂ ഔട്ട് ഒരു നായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് സന്ദീപ്. നമ്മുടെ ഈ ഫാലിമിയിലൊക്കെ ബേസിലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ചകൻ അവനാണ്. പിന്നെ ആലപ്പുഴ ചിങ്ങാനയിലുണ്ട്, അങ്ങനെ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവാൻ. സന്ദീപ് ഇതിലെ ഒരു ലീഡിങ് റോള് ചെയ്തിട്ടുണ്ട്. സിനിമയിലോട്ട് വരുമ്പോൾ ഒരു വൈബ് പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടികപ്പേര്, കൂട്ടമണി, രോമാഞ്ചം അങ്ങനത്തെ പടങ്ങളില്ലേ, അതിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരിക്കലും ആ സിനിമകളായിട്ട് കമ്പയർ ചെയ്യണതല്ല, പക്ഷെ ആ രണ്ട് പടങ്ങളുടെയും ഒരു ചെറിയൊരു വെർഷനാണ് പടക്കളം എന്ന് പറയുന്ന ഈ സിനിമ. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണ് മലയാളത്തിൽ. വെറൈറ്റി അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളൊരു സിനിമ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ഈ തോന്നുന്നു 10 കൊല്ലം മുമ്പ് ഇങ്ങനൊരു സിനിമ വന്നിട്ടുണ്ട്. പടത്തിൻ്റെ പേര് ഞാൻ പറയണില്ല, അത് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും അറിയാണ്ട് സിനിമ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് മലയാളത്തിൽ മുമ്പ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ അതൊരു ഒരു ഫ്രഷ് ആയിട്ട് പോലെ തന്നെയാണ് ഇത് പ്രസൻറ്റ് ചെയ്ത രീതി ആയാലും എല്ലാം കൊണ്ടും ഒരു വൈബ് പടം. 2 മണിക്കൂർ 4 മിനിറ്റാണ് സിനിമ. പക്ഷെ ഈ ഒരു സമയം അത് ഒരു വൈബിൽ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റും. ഞാൻ നല്ല സെക്കൻഡ് ഷോ ആണ് കണ്ടത്, അപ്പോൾ ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 3 മിനിറ്റ് സീൻ ഉണ്ട് സ്റ്റാർട്ടിങ്. അത് എന്തായാലും കണ്ടിരിക്കണം ആ സീൻ. പലരും ഇപ്പോൾ ചില ആൾക്കാരുണ്ട് സിനിമ തുടങ്ങിയിട്ട് തിയേറ്ററിലോട്ട് കയറി ചെല്ലുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് കറക്റ്റ് സിനിമ ആ ഒരു ഫിലിം സർട്ടിഫിക്കറ്റ് ഒക്കെ വന്ന് പുകവലിയുടെ പരസ്യം അവിടെ തൊട്ട് കാണാൻ അവർക്ക് പറ്റില്ല. അത് അവർക്ക് അലർജി തോന്നുന്നു. അവർ ഏത് സിനിമയ്ക്ക് പോയാലും അവർ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ കയറി വരിക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും അവർ കയറി വരിക. അപ്പം അങ്ങനത്തെ ആൾക്കാരോട് പറയാം, നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമയുടെ ആദ്യത്തെ 3 മിനിറ്റ് കണ്ടിരിക്കണം. കാരണം അത് കണ്ടാലാണ് നമുക്ക് ആ കഥയുടെ ഒരു പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ കോളേജ് ക്യാമ്പസ് സീൻ തൊട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ പോലും ആ കഥയുടെ ഒരു പൂർണ്ണ രൂപം നമുക്ക് എന്താണെന്ന് പിടികിട്ടില്ലേ. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സിനിമ ആദ്യം തൊട്ട് ആദ്യത്തെ 3 മിനിറ്റ് എന്തായാലും കണ്ട് ഇന്ദ്രജിത്തിൻ്റെ വോയിസ് ഓവറിൽ ഒരു നരേഷനൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ അത് സിനിമയുടെ ഉള്ളിലെ കാര്യം. പിന്നെ കഥ എന്താണെന്ന് അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ സന്ദീപ്, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഫാലിമിയിൽ ബേസിലായിട്ട് അഭിനയിച്ച അവൻ ഇതിൽ അടിപൊളിയുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ സുരാജേട്ടനൊക്കെ കിഡു എന്ന് പറഞ്ഞാണ്ടല്ലോ. അയ്യോ, സുരാജേട്ടൻ തകർത്തുണ്ട്. സുരാജേട്ടനും ഷറഫുദ്ദീനും ഇതിൽ കട്ടായിരുന്നു. പിന്നെ നമ്മുടെ സന്ദീപ്, ഞാൻ പറഞ്ഞ സന്ദീപ്, അവൻ അടിപൊളിയുണ്ട്. അവന് നല്ല ഇതുവരെ അഭിനയിച്ചതിൽ നല്ലൊരു ക്യാരക്ടർ, അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉണ്ട് ഇതിൽ. 2 ക്യാരക്ടർ ചേഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവൻ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. അവൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം കൂടിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കുറച്ച് ഫാൻസൊക്കെ ഉള്ള, ഇപ്പോൾ ഈ നെസ്സിലിനൊക്കെ അറിയപ്പെടുന്ന പോലെ തന്നെ ആ ഒരു ലെവലല്ലെങ്കിൽ പോലും അത്യാവശ്യം ഫാൻസും ഇതൊക്കെ ഉള്ളൊരു നടനാവാൻ കയറിക്കൊളുത്താൻ സാധ്യതയുള്ള ഒരാളാണ് ഈ സന്ദീപ് എന്ന് പറഞ്ഞാൽ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. മൊത്തത്തിൽ ഒരു വൈബ് പടം. നമുക്ക് എല്ലാവർക്കും ഈ സിനിമ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ കഥയിലൊക്കെ ചിലപ്പോൾ ഓരോ കണക്ഷൻ കിട്ടാത്ത ആൾക്കാരനാവും. ഇപ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന്, കാരണം ഇതിൻ്റെ തിരക്കഥ നമ്മൾ ഈ അടുത്ത സിനിമകൾ കണ്ട പോലെ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകണം. കുറച്ച് സ്പീഡായിട്ടാണ് ഈ സിനിമയിലെ കാര്യങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഫോർ മീ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു വൈബ് പടം കണ്ട ഫീലായിരുന്നു. കൊടുത്ത പൈസ എനിക്ക് മുതലായി. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഒരു വൈബ് പടമാണ്. അപ്പോൾ പറ്റുന്നവർ മിസ്സാക്കാതെ ഒന്ന് പോയി കണ്ടു നോക്കുക.